ഇടുക്കി ചിന്നക്കനാൽ 301 ഉന്നതിയിലെ ആദിവാസി കുടുംബങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമില്ല. വേനൽ മഴ പെയ്തതോടെ ഏക യാത്രാമാർഗമായ റോഡ് ചെളിക്കുണ്ടായി മാറി. കാൽനടയായി പോലും കടന്നു പോകാൻ കഴിയാതെ യാത്രാ ദുരിതം അനുഭവിക്കുകയാണ് ആദിവാസി കുടുംബങ്ങൾ. ആദിവാസി കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ച് 2 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും അടിസ്ഥാന വികസനമായ റോഡ് പോലും ഇവർക്ക് അന്യമാണ്. വർഷങ്ങളായി യാത്രാ ദുരിതം അനുഭവിക്കുമ്പോഴും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. മഴ പെയ്താൽ പിന്നെ 301 ആദിവാസി കുടുംബങ്ങൾക്ക് പുറലോകത്തേക്ക് എത്തണമെങ്കിൽ ഒരു മാർഗവുമില്ലാത്ത അവസ്ഥയാണ്. ചെളിക്കുണ്ടായി മാറിയ റോഡിലൂടെ ആകെ എത്തുന്നത് 4 വീൽ ജീപ്പുകൾ മാത്രമാണ്. ഇവരും ഇവിടേക്ക് പോകാൻ മടിക്കും. കാരണം ഓട്ടം പോയാൽ കിട്ടുന്ന പണം വണ്ടിക്ക് അറ്റകുറ്റപ്പണികൾക്ക് പോലും തികയില്ലെന്നാണ് ഡ്രൈവർമാരും പറയുന്നത്. കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതും ഈ ചെളിക്കുണ്ട് താണ്ടിയാണ്. ഈ ദുരിതയാത്രയ്ക്ക് 1ഉം 2ഉമല്ല 2 പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. എന്നിട്ടും പരിഹാരം കാണുവാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. പഞ്ചായത്ത് മെമ്പർ മുതൽ ജില്ലാ കളക്ടർ വരെ ഇവിടെ നേരിട്ടെത്തി സന്ദർശനം നടത്തി മടങ്ങി. എന്നിട്ടും 301 യാത്രാ ദുരിതത്തിന് പരിഹാരമെന്നത് പ്രഖ്യാപനങ്ങളിൽ മാത്രമാണ്. ഓൺലൈനിലെ ഈ റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട നമ്മുടെ 2 കലക്ടർമാർ വന്ന് കണ്ടതാണ്. കണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പോയിട്ടുള്ളതാണ്. പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് ഒരു റോഡുകളോ വികസനം ആയിട്ടില്ല. ബഹുമാനപ്പെട്ട നമ്മുടെ വിഘ്നേശ്വരി കലക്ടർ ഇരുന്നപ്പോൾ വീടൊക്കെ ചോർന്ന് കണ്ടതാണ്. അവിടെ നേരിട്ട് വന്ന് കണ്ടിട്ടും ഇതുവരെ ഒരു തീരുമാനം ആയിട്ടില്ല. പിന്നെ റോഡിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ആശുപത്രി ഒന്നും പോകാൻ പറ്റുന്നില്ല, രാത്രി കാലത്ത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ സർക്കാർ ഇപ്പോൾ നമ്മുടെ സൈറ്റ് മാനേജർ ഒരു കൂട്ടം വിളിച്ച് കൂട്ടി 2 മാസത്തിനുള്ളിൽ റോഡ് പണി തുടങ്ങാമെന്ന് പറഞ്ഞ് ഉറപ്പ് തന്നിട്ടുണ്ട്. അതിന് ഇതിൽ ഞങ്ങൾ നിൽക്കുകയാണ്. രാത്രികാലത്ത് ആശുപത്രി ആവശ്യമുണ്ടായാൽ പോലും വാഹനങ്ങൾ എത്താത്ത അവസ്ഥയാണ്. ചിന്നക്കനാൽ സിംഗകണ്ഠം റോഡിൽ നിന്നും ഉന്നതിയിലേക്കുള്ള റോഡ് തുടങ്ങുന്നത് മുതൽ മൺ റോഡാണ്. കാലങ്ങളായി നിലനിൽക്കുന്ന യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് ആദിവാസി കുടുംബങ്ങളുടെയും ആവശ്യം. ന്യൂസ് ഡെസ്ക്, ഇടുക്കി വിഷൻ.